ഷാർജയിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു. ഭർത്താവിന്റെയും സഹോദരിയുടെയും ഭർത്തൃപിതാവിന്റെയും പേരിലാണ് കേസ്. വിഭജിക ആവശ്യപ്പെട്ടിട്ടും മകൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ഭർത്താവ് നിതീഷ് തടഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റ് 24 ലഭിച്ചു. മരണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും DGPക്കും വിഭജികയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ കുണ്ട്ര പോലീസ് കേസെടുത്തത്. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. നിതീഷിന്റെ സഹോദരി നീതു 2-ാം പ്രതിയും നിതീഷിന്റെ പിതാവ് മോഹൻ 3-ാം പ്രതിയുമാണ്. കേസിന്റെ FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. ആത്മഹത്യ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഗാർഹിക പീഡനം കൂടി ചുമത്തണമെന്ന് വിഭജികയുടെ മാതാവ് ശൈലജ 24നോട് പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് നീതി കിട്ടണം. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മോളാണ്. ഗാർഹിക പീഡനം എൻ്റെ മോള് ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാകും. ഇവനെ നിയമത്തിൻ്റെ പുറത്ത്, ഇവനെയും ഇവൻ്റെ പെങ്ങളെ അച്ഛനെയും നിയമത്തിൻ്റെ കൊണ്ടുവരണം. തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. മരണത്തിന് പിന്നാലെ വിഭജികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്രത്യക്ഷമായത് സൈബർ സെൽ അന്വേഷിക്കും. വിഭജിക ആവശ്യപ്പെട്ടിട്ടും മകൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ഭർത്താവ് നിതീഷ് സമ്മതിച്ചില്ലെന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റ് ഇതിനിടയിൽ പുറത്തു വന്നു. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്.